ഞാൻ നിങ്ങളുടെ പുതുനായകൻ MK സലീം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റ് കൊണ്ട് കേരളത്തിന് ഒരു സമ്പന്ന രാജ്യമായി മാറാൻ പറ്റുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. കേരളത്തിനും തന്നില്ല ഒക്കെ വെള്ളം തന്നില്ല എന്ന് പറയുന്നതൊക്കെ ശരിയായിരിക്കും. എന്നുവെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ വയനാട്ടിലെ ദുരിതത്തിന് വേണ്ടി ഒരു പൈസ തന്നില്ല. അതൊക്കെ കഷ്ടമാണ്. തരാതെ കൊടുക്കാതിരിക്കുന്നതൊക്കെ മോശം. പക്ഷെ അതിനേക്കാൾ ഭയങ്കര സംഭവം എന്ന് പറയുന്നത് ഈ തോര്യത്തിനുള്ള ഊന്നൽ കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ തോര്യം കൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തോര്യം അവൈലബിൾ ഇന്ത്യയിൽ കേരളത്തിലാണ്. അത് കൊല്ലത്ത് ഈ കരിമണൽ കണ്ടെത്തിക്കൂടെ, അത് വാരി ആ കർത്താക്കി കൊടുക്കുക. അയാൾ കോടീശ്വരനാവുന്നു. അയാൾ പിന്നെ മുഖ്യമന്ത്രിയുടെ മോക്ക് കമ്പനി ഉണ്ടാക്കി അവർക്ക് കോടിക്കണക്കിന് കൊടുക്കുന്നത്. ഇത് ഈ കരിമണലിൽ നിന്നാണ് ഇതെടുക്കുന്നത്, ഈ തോറി എടുക്കുന്നത്. തോറി എന്ന് പറയുന്നത് അത് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായതുകൊണ്ട് നമ്മൾ മേടിക്കാൻ പോലും പോകണ്ട. അത് നമുക്ക് ഇവിടെ തന്നെ റിഫൈൻ ചെയ്ത് IR തന്നെ ഉണ്ട്. അവിടെ റിഫൈൻ ചെയ്ത് തോറി എടുത്തു കഴിഞ്ഞാൽ we'll become one of the richest states in the world. സ്വീഡനോ നോർവേ ഒക്കെ പോലെ ആയി മാറും. ഞാൻ വെറുതെ പറയല്ല, ഇതിനെപ്പറ്റി പഠിച്ചവര് പറയാം. അതുകൂടാതെ അതിനെപ്പറ്റി വലിയൊരു ഊന്നൽ കൊടുക്കും. വിശാഖപട്ടണത്തിന്റെ അനുസരിച്ച് ന്യൂക്ലിയർ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ ന്യൂക്ലിയർ പ്ലാന്റ് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന് ആ തോറിയം മാത്രം മതി. വേറെ നമുക്കിപ്പോ ഇവിടെ ഒരു വ്യവസായശാലകൾ വരുത്തൂല. അപ്പം നമുക്ക് അത് മാത്രം മതി. ലോകത്തിലെ ഒരു സമ്പന്ന രാജ്യമായി മാറും. എന്നുവെച്ചാൽ ഇപ്പൊ ചൈന തന്നെ അതിന്റെ ബ്രീഡർ പ്ലാന്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവര് നോക്കിക്കോ. ഇപ്പൊ അവര് എക്സ്പോർട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് അവർ ഇതിൽ നിന്നും മുന്നോട്ട് പോകും. ഇപ്പം ചൈനയെ കണ്ട് 20 വർഷം പിന്നോട്ട് നമ്മൾ പോയത് എന്തുകൊണ്ടാ? അന്ന് ഡെങ് സിയാവോപിങ് ചൈനയിൽ ഭരിച്ചോണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഗ്ലോബലൈസേഷന് ലോക രാജ്യങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെയാണ് അവർ നമ്മളെ കാട്ടിയ അമേരിക്കയിൽ 2ാം സ്ഥാനത്തേക്ക് വന്നത്. അതേപോലെ ഇന്ത്യ അന്ന് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ നമ്മളും എത്തിയേനെ. ഇവിടെ എന്താ സോഷ്യലിസം എന്ന് പറയുന്നത് റഷ്യയുടെ കീഴിൽ കൊണ്ടുപോയി കെട്ടി. അപ്പൊ അതാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒരു സംഭവം ലോകത്ത്. അത് എല്ലാരും അതിനെപ്പറ്റി പഠിക്കണം. ഗൂഗിളിലൊക്കെ കയറി നോക്കിയാൽ അറിയാം വാട്ട് ആർ ദ യൂസസ് ഓഫ് തോറിയം, ആ തോറിയം കൊണ്ടുള്ള ഗുണം എന്താണ്. അപ്പം നമുക്ക് ഈ തോറിയം റിഫൈൻ ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് 1 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കേരളത്തിൽ ഒരു യൂണിറ്റിന് 1 രൂപ. അപ്പം എന്നാ ആലോചിച്ച് നോക്കുക. അതിന് വലിയ വിലയ്ക്ക് നമുക്ക് വിൽക്കുകയും ചെയ്യാം വലിയ രാജ്യങ്ങളിലേക്ക്. അപ്പൊ അതുകൊണ്ട് കേരള സർക്കാർ അതിന് ഈ തോറിയത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പൊ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഫെസിലിറ്റീസും ആ ഫണ്ട്സും എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് കേരളത്തിൽ തന്നെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് കേരളം സ്വീഡനാ അല്ലെങ്കിൽ നോർവേ അങ്ങനെയുള്ള ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഉണ്ടല്ലോ, യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ ഒരു വലിയ സമ്പന്ന രാജ്യമാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഈ പാലിരിക്കുന്നത്, നമുക്ക് തൈരുണ്ടാക്കാൻ പറ്റുന്ന ആ ടെക്നോളജി അങ്ങനെ എടുത്താൽ മതി. നമ്മൾ ഇത്രയും പാലുള്ള ഒരു രാജ്യം എന്ന് പറയുന്നില്ല. അതേപോലെ തോറിയമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള. മൊത്തം വാരി ആ കർത്ത ഉണ്ടാക്കി കോടിക്കണക്കിനുണ്ടാക്കി. അതുകൊണ്ടാണല്ലോ 335 കോടി രൂപ അങ്ങേര് ദാനമായിട്ട് കൊടുത്തത്. അല്ലെങ്കിൽ അതിലാണല്ലോ വീണ വിജയനൊക്കെ 178 കോടിയാണ് കൊടുത്തെന്നൊക്കെ പറയുന്നത്. 1.78 crores ആണ്. അപ്പൊ അതേപോലെ ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്കെല്ലാം കൊടുത്തെന്ന് പറഞ്ഞ് ഇപ്പൊ ആകെ പ്രശ്നമായ SFIO അന്വേഷിച്ചോണ്ടിരിക്കും. ഇനി ആരെല്ലാം അതിനകത്ത് അകത്താകാൻ പോകണം. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നിർത്തിച്ച് ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്തിട്ട് ന്യൂക്ലിയർ പ്ലാന്റ്, അതിനുള്ള പ്ലാന്റ് കേന്ദ്ര സർക്കാരുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇനി ചിന്തിച്ചാല് കാര്യങ്ങളുണ്ട്. ഫ്യൂച്ചർ AI കാലമായി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമായി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അല്ല ഇനിയിപ്പോ വിരട്ടത്തോട്ടടയ്ക്കുന്ന പണിയാണ്. ഞാൻ കുറച്ച് പൈസ ഇപ്പം കേരളത്തിലെ റോഡുകൾക്ക് ടോൾ കൊണ്ടുവരാൻ ഉള്ളത് പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ലെവലിലേക്ക് പോയാൽ അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷൻ കേരള വിൽ ബി ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ലോകത്ത്. അപ്പൊ അതുകൊണ്ട് കാര്യം ഗൗരവമായി മുഖ്യമന്ത്രി അതിന് വലിയ ഊന്നൽ കൊടുക്കണം. മുഖ്യമന്ത്രി അതിന് ഊന്നൽ കൊടുത്തിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം കാര്യങ്ങൾ. വിശാഖപട്ടണത്തേക്ക് ആളുകളെ നമ്മളെ ഇവിടുത്തെ വലിയ ഓഫീസർമാർ സയന്റിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ അയച്ചിട്ട് വിശാഖപട്ടണത്തിൽ എന്താ നടക്കുന്നത് കേന്ദ്ര സർക്കാർ അതിനൊക്കെ ആദ്യം ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കണം. സ്ഥാപിച്ച കാര്യങ്ങൾ നീക്കണം. ആരെ ഭയക്കുന്നത്?
എന്ന് വെച്ചാൽ ഇതിനകത്ത് റിഫൈൻ ചെയ്യുന്നത് എല്ലാവരും പറയും ന്യൂക്ലിയർ പ്ലാന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആ വേസ്റ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെർണോബിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് അതൊന്നുമല്ല, അതിന് വേസ്റ്റേ ഇല്ല, അതാ രസം. ഉള്ള വേസ്റ്റ് ഇറ്റ്സ് മാനേജബിൾ. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് മുഖ്യമന്ത്രി അതിനെപ്പറ്റി ആരും ഒരു ഡിസ്കഷനും വന്നില്ല, ഒരു TV ചാനലും വന്നില്ല. ബഡ്ജറ്റിനെ പറ്റി അങ്ങ് സംസാരമായിരുന്നു 2-3 ദിവസം, ഇല്ല ഇന്ന് വരെ. അപ്പൊ അതുകൊണ്ട് തോറിതിനെ പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് പറയും. തോറി അവൈലബിൾ ആണ്, നമുക്ക് ആലോചിച്ച് നോക്കും. എത്രയോ വർഷം കൊണ്ട് ഈ വീണ്ടാരും വാരി 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 കൊണ്ടുപോകണം. ഇനി ആർക്കും ഇത് ഫലപ്പെടുന്നു? കേരളത്തിനെല്ലാം ഫലപ്പെടുന്ന കമ്പനി എൽസ് ഇസ് മേക്കിംഗ് മണി. അപ്പൊ ഇത് മൊത്തം സ്റ്റോപ്പ് ചെയ്തിട്ട് വെടി സ്റ്റാർട്ട് വെടി ലെറ്റ് ദ പീപ്പിൾ ഓഫ് സ്റ്റേറ്റ് ബിക്കം റിച്ച് ആൻഡ് കേരള പീപ്പിൾ ബിക്കം വെരി റിച്ച്. പിന്നെ ആരും സ്കാൻഡിനേവിയൻ രാജ്യത്തോട്ടൊന്നും പോകത്തില്ല, എല്ലാം ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി, ഫോറിൻ എല്ലാം പറ്റും ഇവിടെ. നമുക്ക് കാശുണ്ട്, കാശുള്ളവർക്ക് എന്തോ എന്റെ പഞ്ഞോ, കാശുള്ളിടത്തല്ലേ വരും. നമ്മളീ പൈസ ഇല്ല, ഒന്നുമില്ല, റോഡിലോട്ട് ഇറങ്ങണമെങ്കിൽ ടോള് കൊടുക്കണം, കേരളത്തിലെ റോഡിലോട്ട്. ആ ഒരു അവസ്ഥ വരെ. ഇത് നാണമില്ലാതെ നമ്മൾ വാലോപാൽ മന്ത്രി വന്നിരുന്നുകൊണ്ട് പറയാം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്ന് നിൽക്കുന്നത്? ഇതെല്ലാം പറ്റിപ്പാകുന്നത്. വരുമാനം ഇല്ലാതെ നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ.